അതുകൊണ്ടായിരിക്കുമല്ലോ പ്രിയ പ്രേക്ഷകരെ ഇങ്ങനെയൊരു വാദം പൾസർ സുനിയുടെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ബലാത്കാരം ചെയ്തത് പൾസർ സുനിയാണ് എന്ന് ജഡ്ജി പറയുമ്പോൾ ആ വകുപ്പ് നിലനിൽക്കുന്നുവെന്നും ആ വകുപ്പ് പ്രകാരമുള്ള പരമാവധി ശിക്ഷ ലഭിച്ചേക്കാം എന്നും അഭിഭാഷകന് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം എന്നത് ബാക്കി ജീവിതം എന്ന നിലയിലേക്ക്, അതായത് ഇനിയുള്ള കാലഘട്ടം മുഴുവൻ എന്ന നിലയിലേക്ക് ആണോ എത്തുന്നത്, ഇപ്പോൾ അനുഭവിച്ച ശിക്ഷ അതിൽ നിന്ന് കുറയുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, ഡൽഹിയിലെ നിർഭയ പോലെയുള്ള കേസുകളിൽ ആണ് ഈ ജീവപര്യന്തം പോലെയുള്ള കഠിനമായ ശിക്ഷകൾ നൽകിയിട്ടുള്ളത് എന്നാണ്. പക്ഷേ ആ ജഡ്ജിന് ഓർമ്മയുണ്ടാകില്ല നിർഭയ കേസിലെ പ്രതികളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് രാജ്യം നൽകിയത് എന്നതും ഓർത്തെടുക്കുകയാണ്. എന്തായാലും കോടതി പറഞ്ഞതും പ്രോസിക്യൂഷന്റെ വാദവും എല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിർഭയ കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തുലോം ചെറിയ കേസാണ് എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ കേസിനെ അഭിഭാഷകൻ വാദിക്കുന്നു ഇത് ചെറിയ കേസാണത്രേ. ചെറിയ കേസ് എന്നുള്ളതാണ്, തുലോം ചെറിയ കേസാണ്. നിർഭയ കേസുമായി താരതമ്യപ്പെടുത്തുകയാണ്. ഡൽഹിയിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊല ചെയ്ത കേസ്, അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കമ്പിപ്പാര കയറ്റി ക്രൂരമായി കൊല ചെയ്ത കേസുമായിട്ടാണ് അഭിഭാഷകൻ ഉപമിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വാഹനത്തിനുള്ളിൽ വിവസ്ത്രയാക്കി അവരുടെ നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തിക്കൊണ്ട് അവളെ ഭീഷണിപ്പെടുത്തി ഇതൊരു കൊട്ടേഷനായിരുന്നു എന്ന് പറയുന്ന ആ പ്രതിക്ക് വേണ്ടി, ആ ക്രൂരനു വേണ്ടിയുള്ള വാദം ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അവിടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ നിർഭയ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വിചിത്രമായി തോന്നുന്നത്. ഇത്തരം വാദങ്ങളൊക്കെ കോടതിയിൽ ക്രിമിനൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. കോടതി ഈ കേസിന്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രത്തോളം കടുത്ത ശിക്ഷയാണ് നൽകുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് അവളെ ബലം പ്രയോഗിച്ചുകൊണ്ട് ബലാത്കാരം ചെയ്യുക, ആ ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രചരിപ്പിക്കാനായി ശ്രമിക്കുക, അതൊരു കൊട്ടേഷന്റെ ഭാഗമായിരുന്നുവെന്ന് ആ പെൺകുട്ടിയോട് തന്നെ ഒരു ഉളുപ്പും ഇല്ലാതെ ആ പ്രതി പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രതിയെയാണ് ഇപ്പോൾ നിർഭയ കേസുമായി, രാജ്യത്തെ നടുക്കിയ നിർഭയ കേസുമായി താരതമ്യം ചെയ്യുന്നത്. നിർഭയ കേസിലെ പ്രതികൾക്ക് രാജ്യം നൽകിയത് വധശിക്ഷയാണ് എങ്കിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് പൾസർ സുനിക്ക് നൽകേണ്ടത്. ഇനിയും ഒരു പെൺകുട്ടിയുടെയും അഭിമാനത്തിന് ക്ഷതമുണ്ടാകാൻ പൾസർ സുനിയെ പോലെയുള്ളവരുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു ഉത്തരവായി ഇത് മാറരുത് എന്ന് കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. ഈ കേസിൽ ഭാഗവാക്കായിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നും അവർ ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ ജഡ്ജി പറയുന്നത് ഓരോ പ്രതികളും ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ്. ബലാത്കാരം എന്നത് പൾസർ സുനി മാത്രമാണ് ചെയ്തത് എന്ന് ജഡ്ജി നേരത്തെ പരാമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വകുപ്പ് നിലനിൽക്കുക പൾസർ സുനിക്കാണ് എന്നത് ബോധ്യപ്പെടുന്നു. പക്ഷേ അവിടെയാണ് ജീവപര്യന്തം എന്ന തടവ്, അത് എന്തായിരിക്കും, ജീവിതാവസാനം വരെ എന്നതായിരിക്കുമോ, അതിനപ്പുറത്ത് ഈ 7 വർഷത്തെ തടവ് ശിക്ഷ ഉൾപ്പെടെ അതിൽ നിന്ന് കുറയ്ക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവമാണ് വരാൻ പോകുന്നത്. ഇനി മേൽക്കോടതികൾ മുന്നിലുണ്ട്. ഒരുപക്ഷെ ഈ ഉത്തരവുകളെ സ്വാഭാവികമായും പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഒക്കെ ചോദ്യം ചെയ്ത മേൽക്കോടതിയിലേക്ക് പോകും. അപ്പോൾ മാത്രമാണ് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് ഈ പ്രതികൾക്ക് ഇപ്പോൾ വിധിക്കുന്ന ശിക്ഷ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ എത്ര നാൾ ജയിലിൽ കഴിയേണ്ടി വരും എന്നതിനെ നിശ്ചയിക്കുന്ന ഒന്നാണ്. കാരണം ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയാൽ പോലും അതിൽ വാദപ്രതിവാദങ്ങൾ നടന്ന് അന്തിമമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശിക്ഷാ കാലാവധി കഴിയുന്ന തരത്തിലുള്ള ശിക്ഷയാണ് ഈ പ്രതികൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ കീഴ്ക്കോടതിയുടെ വിധി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഇപ്പോഴത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി നിർണായകമാകുന്നത്. ഈ വിജീഷിനെ പോലെയുള്ള പ്രതികൾക്ക്, മണികണ്ഠനും പ്രദീപും ഉൾപ്പെടെയുള്ള പ്രതികൾക്കൊക്കെ കുറഞ്ഞ ശിക്ഷയാണ് ലഭിക്കുന്നത് എങ്കിൽ മേൽക്കോടതികളിൽ നിന്ന് വരുന്ന ഉത്തരവിന് മുമ്പ് തന്നെ അവർക്ക് ആ ശിക്ഷാ കാലാവധി പൂർത്തിയായി പുറത്തിറങ്ങാൻ പറ്റും. അതല്ല എങ്കിൽ തീർച്ചയായും സുദീർഘമായി തന്നെ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വരും. അവർ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി ശിക്ഷയിൽ ഇളവ് വാങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അഡ്വക്കേറ്റ് ടി ബി മിനിയെ പോലെയുള്ളവർ നേരത്തെ പറഞ്ഞത് കൃത്യമായ തെളിവുകളുണ്ട്, വിവരങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റു കോടതികളിലേക്ക് പോയാൽ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പക്ഷേ അതിന് അതിജീവിതയ്ക്ക് അടക്കം സാമ്പത്തികമായി ശേഷിയുണ്ടോ എന്ന സംശയം ഉൾപ്പെടെയായിരുന്നു
നേരത്തെ അതിജീവിതയുടെ അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ടി.ബി. മിനി ഉന്നയിച്ചത്. ഇന്ന് വക്കാലത്ത് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും ഉണ്ടാകും എന്നുകൂടി ടി.ബി. മിനി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് തന്നെ കേരളം ഉറ്റുനോക്കുന്ന കാത്തിരിക്കുന്ന വിധി ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. വിധി പ്രസ്താവം ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ അല്പസമയത്തിനകം വിധി പ്രസ്താവം ഉണ്ടായേക്കാം. അന്തിമവാദം തുടരുകയാണ്, ആജ്ഞയാണ് തുടരുന്നത്. ആജ്ഞ, ഈ പ്രോസിക്യൂഷന്റെ വാദം, ജഡ്ജിയുടെ മറുപടി, അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴും പ്രതിഭാഗം 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് വിധി പ്രസ്താവം ഉണ്ടാകുമോ, അതല്ല എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം, ഇടവേളയ്ക്ക് ശേഷം എന്ന നിലയിലാണോ പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ, പ്രതിഭാഗവും കോടതി പറഞ്ഞതും പ്രോസിക്യൂഷന്റെ വാദവും ഇങ്ങനെയാണ്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം 1-ാം പ്രതിയാണ് പൾസസുനിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തിട്ടുള്ളത് പൾസസുനിയാണ്. മറ്റുള്ളവർ ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ജഡ്ജ് പറഞ്ഞത്. അതേസമയം ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഓടുന്ന വാഹനത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യാനും അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും പൾസസുനിക്ക് ഒറ്റയ്ക്ക് കഴിയുന്നത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റ് പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് ഈ ജഡ്ജ് വ്യക്തമാക്കിയത്. അതായത് 1-ാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കണ്ടേ എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, പ്രതികളുടെ മുൻകാല പശ്ചാത്തലവും പരിഗണിച്ച് വേണം ശിക്ഷയെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതേ നേരത്തെ പറഞ്ഞതുപോലെ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് പൾസസുനി മാത്രം ഈ കുറ്റകൃത്യം ചെയ്യുക എന്നും ഇത് കൂട്ടബലാത്സംഗമാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂട്ടബലാത്സംഗം കുറ്റം മുഴുവൻ മറ്റു പ്രതികൾക്കെതിരെ നിലനിൽക്കുമോ എന്നാണ് പ്രോസിക്യൂഷൻ ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കൂട്ടബലാത്സംഗ കേസാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശിക്ഷ സമൂഹത്തിന് കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമാകണം. അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കപ്പെടാനുള്ള ഒരു സന്ദേശം കൂടി ആയിരിക്കണം ഈ കേസിലെ ശിക്ഷ എന്നാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത്. അതേസമയം സൊസൈറ്റിക്ക് വേണ്ടിയാണോ ശിക്ഷ വിധിക്കേണ്ടതെന്ന തിരിച്ചുള്ള ചോദ്യവും കോടതിയിൽ ജഡ്ജ് തിരിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. നിർഭയ കേസുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ഇത് തുലോം ചെറിയ കേസാണ് എന്ന പൾസസുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ അത്തരത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി. അതുതന്നെ അങ്ങേയറ്റം ഈ കേസിനെ എത്രത്തോളം നിസ്സാരമായി കാണുന്നു എന്നുള്ളതിന് തെളിവാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഒരു 2017 ഫെബ്രുവരി 17 ഒരു സ്ത്രീയെ അത് കൊട്ടേഷൻ നൽകി പീഡിപ്പിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് കൊട്ടേഷനാണ് എന്ന് അവരെ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യത്തിൽ അവരോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു സംഭവം കേരളത്തിൽ അരങ്ങേറുകയും രാജ്യം മുഴുവൻ ഇത്തരം ഒരു കേസിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത് നിർഭയയുമായി താരതമ്യപ്പെടുത്തേണ്ടുന്ന സാഹചര്യമില്ല എന്ന് പൾസസുനിയുടെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന നാണംകെട്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്നുള്ള കാര്യവും ഇതിൽ ഈ ഒരു വാദപ്രതിവാദവുമായി ബന്ധപ്പെട്ട് അരങ്ങേറുകയുണ്ടായി എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ ഒരു വിധിക്ക് വേണ്ടി കഴിഞ്ഞ 8.5 വർഷം രാജ്യം മുഴുവൻ അതിന്റെ മുഴുവൻ അറ്റൻഷനും കിട്ടിയിരുന്ന ഒരു ജനപ്രിയ നായകൻ കൂടി പ്രതിയായ കേസ് എന്നുള്ള ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ കൊട്ടേഷൻ നൽകി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വലിയ കേസ്, അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ഒരു കേസ്, മുൻപുണ്ടായിട്ടില്ലാത്തൊരു കേസ്, അത് ഈ 6 പ്രതികളിലേക്ക് മാത്രം ശിക്ഷാവിധി ഒതുങ്ങുമ്പോൾ 6 പ്രതികൾ മാത്രം കുറ്റക്കാരെന്ന് വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. കൊട്ടേഷൻ എന്നുള്ള ഒരു സാഹചര്യവും അതിന് പിന്നിലെ ഗൂഢാലോചനയും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദിലീപ് കുറ്റവിമുക്തനാക്കുന്നത്.